गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ उशन्हवै वाजस्रवसः सर्ववेदसंददौ तस्यः नचिकेता नाम पुत्र आस तं ह कुमारं सन्तं दक्षिणासु नीयमानासु श्रद्धा विवेश सोमन्यत पीतोदका जग्धतृणा दुग्धदोहानिरिन्द्रियाः अनन्दा नाम ते लोकाः तान् स गच्छति ताददत् स होवाच पितरं ततः कस्मै मां दास्यसीति द्वितीयं तृतीयं तं होवाच मृत्यवे त्वा ददामीति। നമ്മൾ 4 മന്ത്രങ്ങളാണ് ശ്രദ്ധിച്ചത്. തുടർന്ന് 5ാം മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. സ ഏവ മുക്തഃ പുത്രഃ ഏകാന്തേ പരിദേവയാഞ്ചകാര കഥം ഇത്യുച്യതേ. സ ഏവ മുക്തഃ പുത്രഃ ഏകാന്തേ പരിദേവയാഞ്ചകാര കഥം ഇതി ഉച്യത്തെ. അപ്പം ഇപ്രകാരം പറയപ്പെട്ട പുത്രൻ, എന്താ ഇപ്രകാരം പറയപ്പെട്ട പുത്രൻ എന്ന് പറഞ്ഞ അർത്ഥം? നിന്നെ ഞാൻ യമനാണ് കൊടുക്കുക എന്ന് ക്രുദ്ധനായി അച്ഛനാൽ പറയപ്പെട്ട മകൻ. ഏകാന്തേ പരിദേവയാഞ്ചകാര, ഏകാന്തത്തിൽ പോയി ഇരുന്ന് പരിദേവനം ചെയ്തു. പരിദേവനം ചെയ്തു എന്ന് പറഞ്ഞാൽ വ്യാകുലനായി ദുഃഖിച്ച് വിചാരം ചെയ്യാൻ ആരംഭിച്ചു. കഥം, എങ്ങനെ, എന്താ അയാൾ ചിന്തിച്ചത്? അതാണ് അടുത്ത മന്ത്രം. ഇവിടെ നമ്മൾ ഒരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, കഠോപനിഷത്തിന്റെ ഉപദേശഭാഗം ആരംഭിക്കുന്നതിന് മുമ്പ് അതിനുള്ള പശ്ചാത്തലം ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഭാഗത്ത് മന്ത്രങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമില്ലാതെയാണ്, ഒരു ബന്ധവുമില്ല. ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ബന്ധമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കും. കാരണം ഭഗവാൻ ഭാഷ്യകാരൻ അവയെ ബന്ധിപ്പിച്ച് പറഞ്ഞു തന്നിരിക്കുകയാണ്. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നാമത്തെ മന്ത്രവും രണ്ടാമത്തെ മന്ത്രവും വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. ഒന്നാമത്തെ മന്ത്രം പറയുന്നത് ആഗ്രഹിക്കുന്നവനായ വാചശ്രവസൻ സർവവേദസം കൊടുത്തു, അയാൾക്ക് നചികേതസ് എന്നുള്ള മകനുണ്ടായിരുന്നു. രണ്ടാമത്തെ മന്ത്രം കുറച്ച് ബന്ധമുണ്ട്. ആ മകന് ദക്ഷിണ നയിക്കപ്പെടുമ്പോൾ ശ്രദ്ധ പ്രവേശിച്ചു. 1ഉം 2ഉം മന്ത്രം ബന്ധമുണ്ട്. പക്ഷെ മൂന്നാമത്തെ മന്ത്രം ഒരു ബന്ധവുമില്ല. വന്നു കഴിഞ്ഞവ നിരിന്ദ്രിയങ്ങളായ പശുക്കൾ, ഇവയെ കൊടുക്കണവർ നരകത്തിലെത്തും എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മന്ത്രവും മൂന്നാമത്തെ മന്ത്രവും തമ്മിൽ ഒരു ബന്ധവുമില്ല.
പക്ഷേ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിലൂടെ അവയെ ബന്ധിപ്പിച്ചു. മൂന്നാമത്തെ മന്ത്രവും നാലാമത്തെ മന്ത്രവും ഒരു ബന്ധവുമില്ല. അയാൾ അച്ഛനോട് ചോദിച്ചു, എന്നെ ആർക്ക് കൊടുക്കും? രണ്ടാമതും മൂന്നാമതും ചോദിച്ചു, നിന്നെ മൃത്യുവിന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു ബന്ധവുമില്ല. അപ്പോൾ ഭാഷ്യകാരനാണ് അവയെ ബന്ധിപ്പിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഭാഷ്യ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഉപനിഷത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഏതായാലും അടുത്ത മന്ത്രം ഒരു ബന്ധവുമില്ലാത്ത മന്ത്രമാണ്, ഒരു ബന്ധവുമില്ല. അപ്പൊ അതിനെ ഭാഷ്യകാരൻ ബന്ധിപ്പിക്കുകയാണ്. ഇങ്ങനെ അച്ഛനാൽ പറയപ്പെട്ട മകൻ ഏകാന്തത്തിൽ പോയിരുന്ന് വിചാരം ചെയ്തു. അപ്പൊ നമുക്ക് അർത്ഥം മനസ്സിലാവും, അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാവില്ല. എന്താണ് ചിന്തിച്ചത്? ബഹൂനാമേമി പ്രഥമ, ബഹൂനാമേമി മധ്യമഃ, കിം സിദ്ധ്യമസ്യ കർത്തവ്യം യന്മയാദ്യ കരിഷ്യത്തെ. ബഹൂനാമേമി പ്രഥമ, ബഹൂനാമേമി മധ്യമഃ, കിം സ്വിദ്യമസ്യ കർത്തവ്യം യന്മയാദ്യ കരിഷ്യത്തെ. ബഹൂനാം ഏമി പ്രഥമഃ, ബഹൂനാം ഏമി മധ്യമഃ, കിംസിദ് യമസ്യ കർത്തവ്യം യത് മയാ അദ്യ കരിഷ്യതി എന്ന് പദച്ഛേദം. അങ്ങനെ നമുക്ക് മുറിക്കാം. ഇപ്പൊ സ്വന്തം ചിന്തിക്കുകയാണ്. ബഹൂനാം ഏമി പ്രഥമഃ, ബഹൂനാം പലരുടെ. അപ്പൊ നമ്മൾ കൂട്ടിച്ചേർക്കണം അർത്ഥം പറയുമ്പോൾ, പലരുടെ കൂട്ടത്തിൽ. അല്ലാണ്ട് പലരുടെ എന്ന് പറഞ്ഞപ്പോൾ എന്താ അർത്ഥം? പലരുടെ കൂട്ടത്തിൽ. ബഹൂനാം മധ്യേ അഹം പ്രഥമഃ ഏമി, ഞാൻ ഒന്നാമനാകുന്നു. അപ്പൊ ഒരു സമൂഹത്തെ മൊത്തം എടുത്താൽ, മക്കളുടെയോ ശിഷ്യന്മാരുടെയോ അല്ലെങ്കിൽ സാമാന്യ സമൂഹത്തെ തന്നെ എടുത്താൽ, പലരുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമനാണ്. അത്ര മോശക്കാരനല്ല ഞാൻ. ചിലർ ചിന്തിക്കും ഇതൊരു അഹങ്കാരമല്ലേ? ഒരിക്കലും അഹങ്കാരമല്ല, ഒരിക്കലും അഹങ്കാരമല്ല. നമുക്ക് ഏറ്റവും വേണ്ടതാണ് സ്വാദരം. സ്വയം തന്നെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം. ലോകത്തിൽ 1000 ദൈവങ്ങളെ ആദരിച്ചിട്ട് ഒരു കാര്യമില്ല അവനവനെ ആദരമില്ലെങ്കിൽ. അവനവനെ ആദരം വേണം. നമുക്ക് നമ്മുടെ സമൂഹത്തിലൊരു തെറ്റിദ്ധാരണയുണ്ട്. അയ്യോ, എന്നെ ഒന്നിനും കൊള്ളില്ലേ, ഞാൻ ഒരു പാവാണേ എന്നും പറഞ്ഞിരിക്കണതാ കേമത്വന്ന്. തെറ്റ്. തൻ്റെ വില താൻ മനസ്സിലാക്കണം. അത് അമിതമായിട്ട് മനസ്സിലാക്കണ്ട, ഇല്ലാത്തത് മനസ്സിലാക്കണ്ട, ഉള്ളത് മനസ്സിലാക്കാതിരിക്കുകയും വേണ്ട. ഇന്നെന്ന കഴിവ് എനിക്കുണ്ട്, അതിനെന്താ കുഴപ്പം? എപ്പോഴും സ്വാതന്ത്ര്യം വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും വലിയൊരു കുഴപ്പം അത് ഇല്ലാണ്ടായി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ തന്നെ ശ്രദ്ധിച്ചോളൂ. 100-ൽ 100 മാർക്ക് മേടിക്കും, ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ പരാജയപ്പെടും. സ്വാതന്ത്ര്യമില്ല, അവനവനെ പ്രൊജക്റ്റ് ചെയ്യാൻ അറിയില്ല, ഒക്കത്തിലും ബാക്കോട്ട് വലിഞ്ഞു പോകും. നമ്മൾ അച്ഛനും അമ്മയൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാ. അങ്ങനെ മുന്നോട്ട്. അഹങ്കാരം പാടില്ല. അഹങ്കാരം അല്ല അത്. സ്വാതന്ത്ര്യം വേണം. ഞാനൊരു കാര്യം നന്നായി ചെയ്താൽ നന്നായി എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം. അസലായിട്ടുണ്ട് ഞാൻ ചെയ്തത്. അതേപോലെ വേറൊരാൾ ചെയ്താൽ അതിന് നന്നായി എന്ന് പറയാനുള്ള അതേ മനസ്സ് വേണം. മറ്റൊരാൾ ചീത്ത ചെയ്താൽ ചീത്തയായി എന്ന് പറയാനുള്ള ആർജവം വേണം. അതേപോലെ താൻ ചെയ്താലും മോശമായിട്ടോ ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം വേണം. തന്നെയും മറ്റൊരാളെയും ഒരുപോലെ വിലയിരുത്താൻ കഴിയുന്നവനാണ് സമൂഹത്തിൽ ശ്രേഷ്ഠൻ.
അതുകൊണ്ട് ഇതിൽ യാതൊരു അഹങ്കാരവും ഇല്ല. വസ്തുനിഷ്ഠമായി നചികേതസ് വിലയിരുത്തുകയാണ്, പലരുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമനാണ്, മോശക്കാരനല്ല. ബഹൂനാമേമി മധ്യമ, പലരുടെ കൂട്ടത്തിൽ ഞാൻ രണ്ടാമനാണ്. അതെങ്ങനെയാ അങ്ങനെ വരിക? ഒന്നാമന്മാരെ മാത്രം ഒരു ഗ്രൂപ്പായിട്ട് എടുത്താൽ ഞാൻ രണ്ടാമനായി പോവും ചിലപ്പോ. അങ്ങനെ ഉണ്ടല്ലോ. സാമാന്യ സമൂഹത്തിൽ ഞാൻ ഒന്നാമനാ. അങ്ങനെ ഒന്നാമന്മാരുടെ മാത്രം ഒരു ഗ്രൂപ്പ് എടുത്താൽ ഞാൻ ചിലപ്പോൾ രണ്ടാമനാവും. ഒരിക്കലും ഞാൻ അധമനല്ല എന്നർത്ഥം. പ്രഥമനോ മധ്യമനോ ആണ്, ഒരിക്കലും അധമനല്ല. പ്രഥമൻ എന്ന് പറഞ്ഞാൽ ആരാ പ്രഥമൻ? ഇപ്പൊ ശിഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ, പുത്രനെ സംബന്ധിച്ചാണെങ്കിൽ, ഗുരുനാഥൻ അച്ഛൻ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്ക് ചെയ്യുന്നവനാണ് പ്രഥമൻ. പറഞ്ഞാൽ ചെയ്യുന്നവനാണ് മധ്യമൻ. പറഞ്ഞാലും ചെയ്യാത്തവനാണ് അധമൻ. പറഞ്ഞാൽ വിപരീതം ചെയ്യുന്നവൻ അധമാധമൻ. ഗുരുനാഥൻ പറഞ്ഞു അവിടെ ഇരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനം കാണിച്ച് നിൽക്കുകയാണെങ്കിൽ അധമൻ. അതെ, ഇരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൊ ഇരിക്കുന്നവൻ മധ്യമൻ അല്ലേ? പറയാണ്ട് മനസ്സിൽ വിചാരിച്ചാൽ മനസ്സിലാക്കിയിരിക്കുന്നവൻ ഉത്തമൻ. അല്ലാണെന്താ? ഗുരുനാഥൻ മനസ്സ് സങ്കല്പിക്കുന്നത് കണ്ട് ചെയ്യാൻ കഴിയുന്നവൻ ഉത്തമൻ, പറഞ്ഞാൽ ചെയ്യുന്നവൻ മധ്യമൻ, പറഞ്ഞാലും ചെയ്യാത്തവൻ അധമൻ, പറഞ്ഞാൽ വിപരീതം ചെയ്യുന്നവൻ അധമാധമൻ. അപ്പൊ ഞാൻ ഏത് പരിഗണന വെച്ചാലും അധമനല്ല, മധ്യമനാ. ചിലപ്പോൾ ഞാൻ മധ്യമനാവും, ഒരിക്കലും ഞാൻ അധമനല്ല. അതാണ് ബഹൂനാം ഏമി പ്രഥമഃ ബഹൂനാം ഏമി മധ്യമഃ. അപ്പൊ അങ്ങനെയുള്ളതായ എന്നെ എന്നുവെച്ചാൽ അത്ര മോശക്കാരനല്ലാത്ത എന്നെ അച്ഛൻ തീരുമാനിച്ചത് എന്താണ്? യമന് കൊടുക്കാം എന്നാണ്. അപ്പൊ ഒരാൾക്ക് നമ്മളെ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടാവണമല്ലോ. അപ്പൊ എന്നെ യമന് കൊടുക്കുകയാണ് അച്ഛൻ. അപ്പൊ യമന്റെ എന്ത് പണിയാന്നാവോ ഞാൻ ചെയ്യേണ്ടി വരിക? കാരണം യമന്റെ പണി എന്താന്നൊക്കെ നചികേതസിന് അറിയാം. അറിയാത്ത ആളൊന്നും അല്ല. യമന്റെ പണി എന്താ നമുക്കൊക്കെ അറിയുന്നതല്ലേ? നമുക്കൊക്കെ അറിയുന്നതാണ് യമന്റെ പണി എന്താന്നുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവന് ഡ്യൂട്ടി കൂടുതലുള്ള സമയമാണ്. കർക്കിടകത്തിൽ നല്ല പണിയായവന് പൊതുവേ അല്ലേ? അതെ. ന്യൂമോണിയ യമന് പണി കൂടുതലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, ന്യൂമോണിയ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പൊതുവെ 2-3 ഒന്നിച്ചാ കൊണ്ടുപോവുക. അപ്പോ കിംസിദ് യമസ്യ കർത്തവ്യം യൻ മയാദ്യ കരിഷ്യതി അദ്യ ഇന്ന് ഇന്നെന്നാണ് വാച്യാർത്ഥമെങ്കിലും ഇപ്പോൾ എന്ന് നമുക്ക് അനുവാദം ചെയ്യാൻ പറ്റും. അദ്യ എന്നുള്ളതിന് ഇപ്പോൾ എന്ന് അർത്ഥം ഇല്ല കേട്ടോ, ഇന്നേ അർത്ഥമുള്ളൂ. പക്ഷെ എന്നാലും താത്പര്യം ഇപ്പോൾ എന്ന് എടുക്കാം. ഇന്ന് യമസ്യ കിംസിത് കർത്തവ്യം മയാ കരിഷ്യതി, യമന്റെ എന്ത് കർത്തവ്യമാണ് എന്നാൽ ചെയ്യിക്കാൻ പോണത് അച്ഛൻ? എന്നെ കൊണ്ട് എന്ത് ഉപകാരമാണ് അച്ഛൻ കാണുന്നത് യമന്? എന്തോ ഒരു പണി കണ്ടിട്ടുണ്ടാവും പാവം അച്ഛൻ. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് തന്നെ യമന് കൊടുക്കാന്ന്. കാരണം വാക്ക് വെറുതെ ഉപയോഗിക്കില്ലല്ലോ. അപ്പൊ ഞാൻ യമന്റെ എന്ത് പണി എടുക്കേണ്ടി വരിക എന്ന് ആ കുട്ടി ഇങ്ങനെ ആലോചിക്കുക. അത്ര സുഖമുള്ള പണി ആവില്ലല്ലോ യമന്റെ അസിസ്റ്റന്റ് ആയിട്ട് കൂടുക എന്ന് പറഞ്ഞാൽ. അതൊക്കെ കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. നോക്കൂ, ബഹൂനാം ശിഷ്യാണാം പുത്രാണാം വാ ഏമി ഗച്ഛാമി പ്രഥമഃ സൻ മുഖ്യയ ശിഷ്യാദിവൃത്യ ഇത്യർത്ഥഃ. മധ്യമാനാം ച ബഹൂനാം മധ്യമഃ മധ്യമയാ ഏവ വൃത്യ ഏമി ന അധമയാ കദാചിദപി.
തമേവം വിശിഷ്ടഗുണമപി പുത്രം മാം മൃത്യവേത്വാ ദദാമീതി ഉക്തവാൻ പിതാ സഹ കിംസിദ് യമസ്യ കർത്തവ്യം പ്രയോജനം മയാ പ്രദത്തേന അല്ലേ പ്രദത്തേന കരിഷ്യതി യത് കർത്തവ്യം അദ്യ നൂനം പ്രയോജനം അനപേക്ഷ ഏവ ക്രോധവശാദ് ഉക്തവാൻ പിതാ തഥാപി തത് പിതുഃ വചഃ മൃഷാ മാ ഭൂത് ഇത്യേവം മത്വാ പരിദേവനാപൂർവകമാഹ പിതരം ശോകാവിഷ്ടം കിം മയാ ഉക്തമിതി. ബഹൂനാം ശിഷ്യാണാം പുത്രാണാം വാ ഏമി ഗച്ഛാമി പ്രഥമഃ സൻ മുഖ്യയാ ശിഷ്യാദിവൃത്ത്യാ ഇത്യർത്ഥഃ. മധ്യമാനാം ച ബഹൂനാം മധ്യമഃ മധ്യമയാ ഏവ വൃത്ത്യാ ഏമി ന അധമയാ കദാചിദപി തം ഏവം വിശിഷ്ടഗുണമപി പുത്രം മാം മൃത്യവേ ത്വാ ദദാമി ഇതി ഉക്തവാൻ പിതാ സഹ കിംസിദ് യമസ്യ കർത്തവ്യം പ്രയോജനം മയാ പ്രദത്തേന കരിഷ്യതി യത് കർത്തവ്യം അദ്യ നൂനം പ്രയോജനം അനപേക്ഷ്യ ഏവ ക്രോധവശാത് ഉക്തവാൻ പിതാ തഥാപി തത് പിതുഃ വചഃ മൃഷാ മാ ഭൂത് ഇത്യേവം മത്വാ പരിദേവനാപൂർവകം ആഹ പിതരം ശോകാവിഷ്ടം കിം മയാ ഉക്തമിതി. അപ്പൊ മകൻ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കണത്? ബഹൂനാം ശിഷ്യാണാം പുത്രാണാം മധ്യേ അഹം പ്രഥമഃ സന്മുഖ്യയാ വൃത്തിയായേമി. ധാരാളം മക്കളെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ എടുത്താൽ അവരുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമനാണ്. ഏമി എന്ന് പറഞ്ഞാൽ ഗച്ഛാമി എന്നാ, പോകുന്നു, ജീവിക്കുന്നു, നിലനിൽക്കുന്നു. പലരുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമനായിട്ടിരിക്കുന്നു. ഇനി അങ്ങനെ പലരുടെ കൂട്ടത്തിൽ നിന്ന് മധ്യമന്മാരെടുത്തു എന്ന് വിചാരിച്ചോളൂ. കുറേ മധ്യമന്മാരെടുത്താൽ ഞാൻ മധ്യമനായിരിക്കും. അതാണ് മധ്യമാനാം ച ബഹൂനാം മധ്യമോ മധ്യമയായവ വൃത്തിയായമേ. മധ്യമവൃത്തിയിൽ ഞാൻ ഇരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ന അധമയാ കഥാചിതപി. ഒരിക്കലും ഞാൻ അധമനല്ല, ഒരിക്കലും ഞാൻ അധമനല്ല. നമ്മൾ വലിയ വേദാന്തമൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കണേ. ഒരിക്കലും അവനവനെ അധമനായി കാണരുത്. പലപ്പോഴും നമ്മളെ അച്ഛനമ്മമാരൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാ. അയ്യോ നീ മികച്ചതാന്ന് കാണിക്കരുത്, ഇല്ലേ? അഹങ്കാരം അഹങ്കാരം അല്ല അത്. നമുക്ക് നമ്മളിൽ ആദരം വേണം, ആത്മാദരം എപ്പോഴും വേണം. പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ മോശമാണ് നമ്മൾ ഭാരതീയർ. എന്തോ ഒരു അവനവൻ്റെ ആദരം കാണിക്കണ എന്തോ ഒരു കുറവാന്നാ വിചാരം. ആർക്കെങ്കിലും അത് അഹങ്കാരം തോന്നുമോ എന്നൊക്കെ ഒരു തോന്നല്. ഇത് എങ്ങനെയാത്? അച്ഛനും അമ്മയൊക്കെ അത് പഠിപ്പിച്ചിരിക്കുക ചെറുപ്പത്തിൽ. എന്താ അഭിപ്രായം? ശരിയല്ല? ഉപനിഷത്ത് അങ്ങനെയല്ല. ഉപനിഷത്ത് പറഞ്ഞിരിക്കണ ഞാൻ പ്രഥമനാന്ന് തന്നെയാ. ബാക്കിയും കൂടി വേണം. ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ജൈവ സ്വപാകേച്ച പണ്ഡിത സമദർശിന. അത് ശ്ലോകത്തെ അടർത്തി മാറ്റരുത്. വിനയം വേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. വിനയമാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിദ്യ ശോഭിക്കുന്നത് വിനയം കൊണ്ടാണ്. വിനയം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിരിക്കലല്ല.
അത് വിനയമല്ല, അത് കാപട്യമാണ്. വിനയം എന്ന് പറഞ്ഞാൽ ദുരഹങ്കാരമില്ലാതെ മറ്റുള്ളവരെ ആദരിക്കാൻ പഠിച്ച്, ആദരിക്കാൻ പഠിക്കുമ്പോൾ തന്നെ ആദരിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് 10,000 ദൈവങ്ങളിൽ വിശ്വാസമുണ്ട്, അവനവനിൽ വിശ്വാസമില്ലാത്ത എന്ത് കാര്യമുള്ളത്? ഒരു പ്രയോജനമല്ല. അതുകൊണ്ട് ആത്മാദരം മുഖ്യമാണ്. അതിരിക്കട്ടെ. അപ്പൊ ഞാൻ ഒരിക്കലും അധമനല്ല. തമേവം വിശിഷ്ട ഗുണമപി പുത്രം. അങ്ങനെ നല്ലൊരു ഗുണത്തോടു കൂടിയ നല്ല ഗുണവാനായിരിക്കുന്ന മകനെ എന്നെ മൃത്യവേത്ത് ത്വദാമി ഉക്തവാൻ പിത, നിന്നെ ഞാൻ മരണത്തിന് കൊടുക്കുന്നാണ് അച്ഛൻ പറഞ്ഞത്. കിംസിത് യമസ്യ കർത്തവ്യം പ്രയോജനം സമയാ പ്രദത്തേന കരിഷ്യതി. എന്നെ കൊടുത്തിട്ട് ഇപ്പൊ അച്ഛൻ എന്താന്നാവോ നേടാൻ പോണത്? കിംസിത് ചോദ്യമാണ്. സിദ് ചോദ്യാർത്ഥാണ്. കിം എന്ന് പറഞ്ഞാലും ചോദ്യ. കിംസിത് എന്താവോ എന്നുള്ള അങ്ങനെ ഇല്ല, അതങ്ങനെ തർജ്ജമ ചെയ്യണം. എന്താവോ എന്നെ കൊണ്ട് ഒരു പ്രയോജനം അച്ഛൻ ചെയ്യാൻ പോണത്? ഇന്ന് ഒരു ഉപകാരം ഇല്ലാത്ത ദാനം ചെയ്യരുതല്ലോ. അപ്പൊ എന്നെ യമന് കൊടുത്തിട്ട് എന്നെ കൊണ്ട് എന്തോ ഒരു പണി യമന് വേണ്ടി ചെയ്യിപ്പിക്കാനുണ്ട്, അതെന്താന്നാവോ? അപ്പോ ഭാഷ്യകാരൻ പറയാണ്, നൂനം ഒരു സംശയവും ഇല്ല, പ്രയോജനം അനപേക്ഷ. അച്ഛൻ ഈ പ്രയോജനമൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. പ്രയോജനം അനപേക്ഷയേവ ക്രോധവശാത് ഉക്തവാൻ പിത. അച്ഛൻ ദേഷ്യം പിടിച്ച് പറഞ്ഞതാ, ഇതൊന്നും ആലോചിച്ചിട്ടില്ല. അച്ഛൻ ആലോചന ശക്തിയൊക്കെ പോയി, ദേഷ്യം പിടിച്ചു പറഞ്ഞതാ. തഥാപി അച്ഛൻ ദേഷ്യം പിടിച്ചു പറഞ്ഞതാണെങ്കിലും ഞാൻ മകനല്ലേ, മകനായ എൻ്റെ കർത്തവ്യമല്ലേ അച്ഛൻ്റെ വാക്കിനെ സത്യപ്പെടുത്തുക. ഇല്ലേ? അച്ഛൻ വികാരപ്പെട്ടിട്ട് വിവേകമില്ലാതെ പറഞ്ഞു, അത് സമ്മതിച്ചു. പക്ഷെ പറഞ്ഞതാരാ? അച്ഛനാണ്. അപ്പൊ മകന്റെ കർത്തവ്യം എന്താ? ആ വാക്കിനെ സത്യപ്പെടുത്തുക. ഇതാണ് അയാളുടെ യുക്തി വിചാരം. അത് നമ്മളെ അല്ല, നമ്മളെ യുക്തി വിചാരത്തിന് അവിടെ പ്രാധാന്യമില്ല. അയാളുടെ യുക്തി വിചാരം, നചികേതസിന്റെ യുക്തി വിചാരം. അതെ. അപ്പൊ നചികേതസാണ് യുക്തിപൂർവ്വം വിചാരിക്കണത്. എന്താ വിചാരിക്കണത്? അച്ഛന്റെ വാക്ക് ഒരിക്കലും മിഥ്യയാവരുത്. മൃഷ മാഭൂത് ഇത്യേവം മത്വ. ഇങ്ങനെ ചിന്തിച്ചു, കുറച്ച് വിഷമമുണ്ട്, പരിദേവനാപൂർവകം, വിഷമത്തോടുകൂടി, വളരെ വിഷമത്തോടുകൂടി ആഹാ പിതരം അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അച്ഛൻ എങ്ങനെയായിരിക്കണത്? അച്ഛൻ അതിനേക്കാൾ നിരമ്പോക്കാണ്. ശോകാവിഷ്ടം, അച്ഛനാകെ ദുഃഖിച്ചിരിക്കുക. കിമ്മയാ ഉക്തം ഇതി, അയ്യോ ഞാൻ എന്താ പറഞ്ഞു പോയത് എന്ന് അച്ഛൻ വിഷമിച്ചിരിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്തിനാ പത്രക്കൊക്കെ വിഷമിക്കുന്നത്? ദേഷ്യം പിടിച്ച് പറഞ്ഞു പോയി എന്നല്ലേ ഉള്ളൂ. അതാണ് വാക്കിന് വില കൽപ്പിക്കുന്നവർക്ക് ഏറ്റവും വില കൂടിയ വസ്തു വാക്കാണ്. ദേഷ്യം പിടിച്ചിട്ടല്ല, എങ്ങനെയായാലും പറഞ്ഞു പോയോ, പറഞ്ഞു പോയി. അപ്പൊ അത് അയാൾക്ക് ദുഃഖമായി. അയ്യോ ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ. അത് വാക്കിന് വില കൽപ്പിക്കുന്നവരങ്ങനെയാ. വാക്കിന് വില കൽപ്പിക്കാത്തവർക്ക് ഇപ്പൊ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടെ രണ്ടാളും വിഷമിച്ചു. മകൻ വിഷമിച്ചു, എന്താണാവോ എന്നെ കൊണ്ട് അച്ഛൻ ചെയ്യാൻ വിചാരിച്ചത്. അച്ഛൻ വിഷമിച്ചത് ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന്. ഇതൊക്കെ ഭാഷ്യകാരൻ പറയുന്നതാണേ. മൂലത്തിൽ ഇതൊന്നുമില്ല, ഉപനിഷത്തിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഭാഷ്യകാരനാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ അച്ഛൻ ദുഃഖിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മകൻ അധികം ദുഃഖമായി. അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മകൻ പറയുകയാണ്. ഇനിയിപ്പോ അച്ഛനെ സമാധാനിപ്പിക്കുകയാണ് മകന്റെ പണി. എന്താണ് സമാധാനിപ്പിക്കുന്നത്? അനുപശ്യ യഥാ പൂർവേ പ്രതിപശ്യ തഥാ പരേ സസ്യമിവ മർത്യ പച്യതേ സസ്യമിവ ജായതേ പുനഃ. അനുപശ്യ യഥാ പൂർവേ പ്രതിപശ്യ തഥാ പരേ സസ്യമിവ മർത്യ പച്യതേ സസ്യമിവ ജായതേ പുനഃ.
യഥാ പൂർവേ അനുപശ്യ തഥാ അപരേ പ്രതിപശ്യ. അച്ഛനൊന്ന് പണ്ടുള്ളവരെയൊക്കെ ഒന്ന് നോക്കൂ. പൂർവികന്മാര്, നമ്മുടെ പൂർവികന്മാര്, അവരെ ഒന്ന് നോക്കൂ. അവരെല്ലാം സത്യം പാലിച്ചവരല്ലേ? അവരാരും കള്ളം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ചെയ്തവരാ. ചെയ്യണത് പറഞ്ഞവരാ. അതുപോലെ തഥാ അപരേ പ്രതിപശ്യ, മറ്റുള്ളവരെ നോക്കൂ. നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ളതിൽ ശ്രേഷ്ഠന്മാരായി നമ്മൾ മാനിക്കുന്നവരെ നോക്കൂ. അവരും പറഞ്ഞത് പാലിക്കുന്നവരാ, പാലിക്കുന്നത് പറയുന്നവരാ. എന്നുവെച്ചാൽ എന്താ അർത്ഥം? അച്ഛൻ വിഷമിക്കണ്ട, എന്നെ യമന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചോളൂ. അച്ഛനതിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കണ്ട, പറഞ്ഞ വാക്ക് പാലിക്കണം. നമ്മളെ പൂർവികന്മാർ വാക്ക് പാലിച്ചവരാണ്. ഇന്നുള്ള ശ്രേഷ്ഠന്മാരും വാക്ക് പാലിക്കുന്നവരാണ്. അതുകൊണ്ട് എന്നെ യമന്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം. യമന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മരണം വരിക്കാൻ അനുവദിക്കണം എന്നാണ്. എൻ്റെ മോനെ, നീ മരിച്ചു പോയാൽ എന്താവും എന്ന് ചിന്തിക്കണ്ട. കാരണം എന്താ? സസ്യമീവ മർത്യ പച്യതേ, ചെടി പോലെ മനുഷ്യൻ ഉണങ്ങിപ്പോകുന്നു. സസ്യമീവ ആജായതേ പുന, ചെടി പോലെ രണ്ടാമതും ഉണ്ടാവുന്നു. അച്ഛൻ നോക്കൂ, മഴക്കാലാവുമ്പോൾ എല്ലാ ചെടികളും തളിർത്ത് നല്ല ആരോഗ്യത്തോടു കൂടി വളരും. വേനൽക്കാലാവുമ്പോഴോ ഒക്കെ ഉണങ്ങിപ്പോകും. ഇത് ലോക നിയമമാണ്. ഇപ്പം എല്ലാവരും നല്ല ഉഷാറായി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നാളെ എങ്ങനെയാവുമോ? എല്ലാവരും ഉണങ്ങി ചത്തുപോവും. നമ്മളൊക്കെ ചത്തുപോവും. പറയുന്ന ആളും കേൾക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴാണ് ഉണക്കം വരുന്നതെന്ന് നോക്കിയാൽ മതി. പൊതുവെ ഉണങ്ങി തുടങ്ങിയിട്ടാണ് ഉപനിഷത്ത് പഠിക്കാൻ തുടങ്ങണത്. അതുകൊണ്ടല്ലോ അല്ലേ? അതെ, കുറച്ചൊന്ന് ഉണങ്ങി കാണുമ്പോഴാണ് എന്നാ പിന്നെ ഉപനിഷത്തൊക്കെ പോയി പഠിക്കാൻ വിചാരിക്കണത്. അതെ, ഉണങ്ങാത്തവരുണ്ട്, കൂട്ടത്തിൽ കുറച്ചു പേരുണ്ട്. അതെ. അപ്പോ ഇത് ചെടി ഉണങ്ങണ പോലെ ഉണങ്ങും. ഇന്ന് ഞാൻ നാളെ നീന്ന്. നമ്മള് ഇപ്പൊ വണ്ടി ഉണ്ടോന്ന് അറിയില്ല. കോഴിക്കോട് ശ്മശാനത്തിന്റെ വണ്ടിയിൽ എഴുതി വെച്ചിരുന്നു, ഇന്ന് ഞാൻ നാളെ നീ. ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ വണ്ടി തന്നെ ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ വണ്ടി ഉണ്ടാവില്ല. കാരണം ശവം ഉന്തിക്കൊണ്ടേണ്ട ആവശ്യപ്പല്ല. ഒക്കെ ആംബുലൻസിൽ അവിടെ കൊണ്ടെത്തിക്കുകയാണ്. എന്നാൽ ആ വണ്ടി ശ്മശാനത്തിൽ സൈഡാക്കി നിർത്തിയ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെഴുതിയിട്ടുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ. ശവം പറയുക നമ്മളോട്. അതെ, അല്ലാതെ വണ്ടിയല്ല പറയണത്. വണ്ടി കിടക്കുന്ന ആളാ പറയണത്. നമുക്കത് ഓർമ്മയില്ല. അതാണ് ഈ പറഞ്ഞത്. എന്ത്? അച്ഛൻ വിഷമിക്കണ്ട, എല്ലാവരും ഉണങ്ങിപ്പോവും, എല്ലാവരും തഴുക്കും. മരിച്ചു കഴിഞ്ഞാൽ ജനിക്കും, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും. പിന്നെ എന്തിനാ വിഷമിക്കണേ? അച്ഛൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്നെ യമന്റെ അടുത്തേക്ക് പറഞ്ഞയക്കൂ. അനുപശ്യ ആലോചയ നിഭാലയ അനുക്രമേണ യഥാ ഏന പ്രകാരേണ വൃത്താഃ പൂർവേ അതിക്രാന്താഃ പിതൃപിതാമഹാദയഃ തവ താൻ ദൃഷ്ട്വാ ച തേഷാം വൃത്തം ആസ്ഥാതുമർഹസി വർത്തമാനാഃ ച അപരേ സാധവഃ യഥാ വർത്തന്തെ താംശ്ച പ്രതിപശ്യ ആലോചയ തഥാ ന ച തേഷു മൃഷാകരണം വൃത്തം വർത്തമാനം വാ അസ്തി തദ് വിപരീതം അസതാം ച വൃത്തം മൃഷാകരണം ന ച മൃഷാ കൃത്വാ കശ്ചിത് അജര അമരോ ഭവതി യതഃ സസ്യമീവ മർത്യോ മനുഷ്യഃ പച്യതേ ജീർണോ മ്രിയതേ മൃത്വാ ച സസ്യമീവ ആജായതേ ആവിർഭവതി പുനരേവ പുനഃ ഏവം അനിത്യേ ജീവലോകേ കിം മൃഷാകരണേന പാലയ ആത്മനഃ സത്യം പ്രേഷയ മാം യമായ ഇത്യഭിപ്രായഃ. അനുപശ്യ ആലോചയ
നിഭാലയ അനുക്രമേണ യഥാ യേന പ്രകാരേണ വൃത്താഃ പൂർവേ അതിക്രാന്താഃ പിതൃപിതാമഹാദയഃ തവ താൻ ദൃഷ്ട്വാ ച തേഷാം വൃത്തം ആസ്ഥാതും അർഹസി വർത്തമാനാഃ ച അപരേ സാധവഃ യഥാ വർത്തന്തെ താംശ്ച പ്രതിപശ്യ ആലോചയ തഥാ ന ച തേഷു മൃഷാകരണം വൃത്തം വർത്തമാനം വാ അസ്തി തദ്വിപരീതം അസതാം ച വൃത്തം മൃഷാകരണം ന ച മൃഷാ കൃത്വാ കശ്ചിത് അജര അമരോ ഭവതി യതഃ സസ്യമിവ മർത്യഃ മനുഷ്യഃ പച്യത്തെ ജീർണഃ മ്രിയത്തെ മൃത്വാ ച സസ്യമിവ ആജായത്തെ ആവിർഭവതി പുനഃ ഏവം അനിത്യേ ജീവലോകേ കിം മൃഷാകരണേന പാലയ ആത്മനഃ സത്യം പ്രേഷയ മാം യമായ ഇത്യഭിപ്രായഃ. അപ്പോൾ അച്ഛനോട് മകൻ പറയുന്നതായിട്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്. മൂലത്തിലൊന്നും ബന്ധിപ്പിച്ചിട്ടില്ല. കുറേ മന്ത്രങ്ങളാണ്, ചെതറിക്കിടക്കുന്ന കുറേ മന്ത്രങ്ങളാണ്. അനുപശ്യ ആലോചയ നിഭാലയ. നല്ലോണം നോക്കൂ അച്ഛാ, നല്ലോണം നോക്കൂ. അനുപശ്യ നിഭാലയ. നിഭാലയ എന്ന് പറഞ്ഞാൽ നല്ല പോലെ നിരീക്ഷിക്കുക. നല്ല പോലെ നിരീക്ഷിക്കൂ. എന്താ നിരീക്ഷിക്കേണ്ടത്? അനുക്രമേണ, ക്രമമായി നിരീക്ഷിക്കണം. യഥാ യേന പ്രകാരേണ വൃത്താഃ പൂർവേ അതിക്രാന്താഃ പിതൃപിതാമഹാദയഃ തവ. അങ്ങയുടെ അച്ഛനും അച്ഛനും മുത്തശ്ശനും അങ്ങനെയുള്ള പൂർവികന്മാരെങ്ങനെ ജീവിച്ചു എന്നൊന്ന് നോക്കൂ. അങ്ങയുടെ അച്ഛൻ തന്നെ ആരാ? അത്ര കേമനാ? വാചശ്രവയല്ലേ? അതൊക്കെ ഒന്ന് ആലോചിച്ചൂടെ? എന്നിട്ട് പോരെ ഇപ്പണിയൊക്കെ ചെയ്യുക? ഒന്നിനും കൊള്ളാത്ത പശുക്കളെ ദാനം ചെയ്യുക, എന്നിട്ട് പേരുണ്ടാക്കാൻ നോക്കുക. എന്നുള്ളത് സ്വന്തം അച്ഛനൊന്ന് ആലോചിച്ചാൽ ഇതൊക്കെ ചെയ്യുമോ? അതാണ്. പൂർവികന്മാരെ ശരിക്കൊന്ന് നോക്കൂ. യഥാ ഏന പ്രകാരേണ വൃത്താഃ പൂർവേ അതിക്രാന്താഃ. കഴിഞ്ഞു പോയവരെങ്ങനെ ജീവിച്ചു എന്നൊന്ന് നോക്കൂ. താൻ ദൃഷ്ടുവാച്ച തേഷാം വൃത്തമാസ്താതും അർഹസി. അവരെ വെറുതെ നോക്കിയാൽ പോരാ, അവർ എങ്ങനെ ജീവിച്ചോ അത് അനുവർത്തിക്കണം. നിങ്ങൾ അച്ഛനത് ചെയ്യേണ്ടതാണ്. അച്ഛനും മുത്തശ്ശനും മുതുമുത്തശ്ശനൊക്കെ ചെയ്ത സത്യധർമ്മങ്ങളെ നിങ്ങളും പരിപാലിക്കണം. ഇനി പണ്ടുള്ളത് നോക്കാൻ കഴിവില്ല, എന്നാൽ ഇപ്പോഴുള്ളത് നോക്കിക്കോളൂ. വർത്തമാനാഹ ചപരേ സാധവഃ. നമ്മളെ സമൂഹത്തിലുള്ള സാധുക്കളെ നോക്കൂ. സാധുക്കൾ എന്താർത്ഥം? ശ്രേഷ്ഠന്മാര്. ശ്രേഷ്ഠന്മാര് പ്രത്യേകം ശ്രദ്ധിക്കണം. സാധു എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ വേറെയാ. എന്ത്? ഉത്തരഭാരതത്തിലൊക്കെ പോയി സാധു എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാ അർത്ഥം. ഇവിടെ സാധു എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവനാ. എന്ത് എന്ത് അപ്പാവിയോ? ശരി, ഒന്നിനും കൊള്ളാത്ത, വായി കൈയിട്ടാ കടിക്കാത്ത ജാതി സാധനങ്ങൾ, ഒന്നിനും കൊള്ളാത്ത സാധു. പിന്നെ നമുക്കൊക്കെ സാധു എന്ന് പറയുമ്പോൾ ഒരു ചിത്രമുണ്ട്, സാധു പീഠീൻ്റെ ഒക്കെ ഒരു ചിത്രമുണ്ട്. ഒരു പാത്രം തൂക്കി ഇല്ലേ, ഒരു കമണ്ടിൽ ഇവിടെ വെച്ച് നടക്കുന്ന ഒരു സാധു പീഠിയുടെ ചിത്രം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഇങ്ങനെയൊക്കെയാ സാധു എന്ന് പറഞ്ഞാൽ. ഇതൊന്നും അല്ല സാധു ശബ്ദത്തിൻ്റെ അർത്ഥം. സാധു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനാണ്. ശ്രേഷ്ഠൻ അവനവൻ്റെ മര്യാദ പാലിക്കുന്നവനാണ്
സാധു. അത് ശ്രദ്ധിക്കുക. അപ്പൊ സാധുക്കളെ നോക്കൂ, അവരൊക്കെ പ്രതിപക്ഷി ആലോചിച്ച് അവരെ നോക്കൂ, സാധുക്കളെ നോക്കൂ. എന്താണ്? ഇന്നത്തേഷും വൃഷാകരണം വൃത്തം. അവരാരും കള്ളത്തരം ചെയ്യുന്നവരല്ല, അവരാരും തട്ടിപ്പ് ചെയ്യുന്നവരല്ല, നുണ പറയുന്നവരല്ല. നുണ പറയുന്നവരെ നമ്മൾ സാധുക്കളായിട്ട് കൂട്ടാറില്ല. തദ് വിപരീതം അസതാംച വൃത്തം വൃഷാകരണം. അസത്തുക്കളോ അതിന് വിപരീതം ചെയ്യുന്നവരാ. അവർ കള്ളത്തരമേ ചെയ്യുള്ളൂ, അവർ കള്ളമേ പറയുള്ളൂ, തട്ടിപ്പേ ചെയ്യുള്ളൂ. അതാണ് അസത്തുക്കളുടെ വൃത്തം. സജ്ജനങ്ങൾ ഒരിക്കലും അങ്ങനെ പതിവില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തിനാ കള്ളത്തരം ചെയ്യണേ? എന്തോന്ന് രക്ഷപ്പെടാനായിരിക്കില്ലേ? ആയിരിക്കും. എന്നിട്ട് പറയാ കള്ളത്തരം ചെയ്ത് ആരും രക്ഷപ്പെടാൻ പോണില്ല. അതാണ് മൃഷാകൃത്വ കശ്ചിത് അജര അമരോ ഭവതി. തട്ടിപ്പ് ചെയ്തിട്ട് ആരും അജരനോ അമരനോ ആവില്ല. മരണത്തെ ജയിക്കാൻ കഴിയൂല, ജരയെ ജയിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാ തട്ടിപ്പ് ചെയ്യുന്നത്? അവിടെ അച്ഛൻ തട്ടിപ്പ് ചെയ്യരുത്. അതാണ് യതഃ സസ്യമിവ മർത്യ പച്യതേ ജീർണോ മ്രിയതേ. ചെടികളെ പോലെ മനുഷ്യൻ ഉണങ്ങിപ്പോവും, മരിച്ചു പോവും. മൃത്വാച്ച മരിച്ചിട്ടോ സസ്യമിവാജായതേ ആവിർഭവതി പുന. വീണ്ടും സസ്യത്തെ പോലെ തഴുത്ത് രണ്ടാമതും ജനിക്കും. ഇങ്ങനെയുള്ള അനിത്യമായ ജീവലോകത്തിൽ കള്ളം ചെയ്തിട്ട് എന്ത് കിട്ടാൻ പോകുന്നു? അതുകൊണ്ട് പാലയ ആത്മന സത്യം, പറഞ്ഞ വാക്ക് പാലിക്കൂ. പ്രേഷയമാം യമായ, എന്നെ യമന്റെ അടുത്തേക്ക് പറഞ്ഞയക്കൂ. ഇതാണ് അഭിപ്രായം. ഇത് കഥയാണ്, കഥയിൽ ചോദ്യമില്ല. ഉപനിഷത്തിൽ ചോദ്യമാവാം. ഉപനിഷത്തിൽ ഓരോ വാക്ക് പറയുമ്പോഴും നമുക്ക് ചോദ്യം ചോദിക്കാം, തർക്കങ്ങളാവാം, ചർച്ചകളാവാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഇത് കഥയാണ്. കഥയെ ചോദ്യമില്ല എന്ന് പണ്ടേ പറയാറില്ലേ? ഇല്ല, കഥയെ ചോദ്യമില്ല. ഇത് കഥയാണ്. എന്താ നചികേതസ് യമന്റെ അടുത്തേക്ക് എത്തി, എങ്ങനെയെന്ന് ചോദ്യമില്ല. അച്ഛൻ കൊന്നതാണോ? അല്ല, അച്ഛൻ്റെ സമ്മതത്തോടു കൂടി സ്വയം പോയതാണോ? ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, യമൻ അറിയാണ്ടാണ് അവിടെ എത്തിയത്. ബാക്കിയുള്ളവരൊക്കെ യമൻ കൊണ്ടുപോവുകയാണ്. ഇത് യമൻ കൊണ്ടുപോവാണ്ട് അവിടെ എത്തി. അതാണ്. എങ്ങനെയെന്ന് ആരും ചോദിക്കരുത്. ചോദിച്ചാൽ മറുപടിയില്ല. കഥയാണ്, വെറും കഥ.